ശ്രീനാഥ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പോലും സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയോ അത് മരവിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പല ഘട്ടങ്ങളിലും അത്തരമൊരാവശ്യം ഉയർന്നു വന്നെങ്കിലും അന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ, അവിടുത്തെ കർഷകർ അതൊക്കെ കണക്കിലെടുത്ത് ആ തീരുമാനം ഇന്ത്യ എടുത്തിരുന്നില്ല. സമീപകാലത്ത് ഇപ്പോഴത്തെ പുതിയ കനാലുകൾ നിർമ്മിച്ച് അവിടെ വെള്ളം തടഞ്ഞു നിർത്തിയാലും അത് തിരികെ ഇന്ത്യയിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള കനാലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ആ തീരുമാനം രാജ്യം എടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര തീരുമാനങ്ങളാണല്ലോ വരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അകത്ത് വലിയ പ്രതിസന്ധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. പ്രത്യേകിച്ച് ഈ സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം. അത് ഒരു 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 ഡിപ്ലോമാറ്റിക് വാർ എന്ന നിലയിലായിരിക്കുമല്ലോ പാകിസ്ഥാന് മേൽ വന്നു പതിക്കുക, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഏതാണ്ട് 2 മണിക്കൂറിലധികം നേരമാണ് പ്രധാനമന്ത്രിയുടെ ദില്ലിയിലെ വസതിയിൽ വെച്ച് ഈ യോഗം ചേർന്നത്. ധനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. യോഗശേഷം ഫോറിൻ സെക്രട്ടറിയാണ് ഈ ഇന്ത്യയുടെ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ യോഗത്തിൽ ഇന്ത്യ സ്വീകരിച്ചത് എന്ന കാര്യം പ്രഖ്യാപിച്ചത്. പാകിസ്ഥാന് മേൽ പലതരത്തിൽ നയതന്ത്ര തലത്തിൽ കടുത്ത സമ്മർദ്ദം തന്നെയാണ് ഇന്ത്യ ചെലുത്താൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ സിന്ധു നദി ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നു എന്നതാണ്. 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂപീകരിച്ച ഒരു കരാർ. ഒരുപക്ഷെ വെള്ളത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവേണ്ടിയിരുന്ന പല യുദ്ധങ്ങളും മാറിപ്പോയത് ഈ ഒരു നദീജല കരാർ കൊണ്ടാണ്. ഇരുവശങ്ങളിലേക്കും ഒഴുകുന്ന നദികളുടെ നിയന്ത്രണാവകാശത്തിൽ പങ്കുവയ്ക്കൽ, ജലത്തിന്റെ പങ്കുവയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ഇതുമൂലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങളോളം ആ തരത്തിൽ വെള്ളത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തർക്കത്തിലേക്കൊന്നും പോകാതിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ വെള്ളത്തിനേക്കാൾ വിലയുണ്ട് മനുഷ്യന്റെ ജീവന് എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഫോറിൻ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് എത്തുന്ന ഭീകരർ, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനം, അത് ഇന്ത്യയിൽ ആളുകളെ കൊന്നൊടുക്കുമ്പോൾ ഇത്തരമൊരു നദീജല കരാറിന്റെ ഈ ഒരു പ്രസക്തി പോലും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ടാണ് ആ തരത്തിൽ ആ നദീ ജല കരാറിൽ നിന്ന് ഇന്ത്യ പുറകോട്ട് പോകുന്നത്. മാത്രമല്ല, പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. വാഗ അട്ടാരി ബോർഡർ വഴിയുള്ള, അതിർത്തി വഴിയുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര അവിടെ അവസാനിക്കുന്നു. ബോർഡർ പൂർണ്ണമായി തന്നെ അവസാനിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആർക്കും ഇനി ഇന്ത്യയിൽ ഒരു വിസ ലഭിക്കാൻ പോകുന്നില്ല. നിലവിൽ കിട്ടിയ ആളുകളാവട്ടെ 48 മണിക്കൂറിനകം തന്നെ രാജ്യം വിടണം. നിലവിൽ വിസ നൽകിയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് റദ്ദാക്കപ്പെടാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, ഇരു ഹൈക്കമ്മീഷനുകളിലും ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ആളുകളോട് പിരിഞ്ഞു പോകാൻ വേണ്ടി ഇന്ത്യ നിർദ്ദേശം നൽകുന്നു. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ പോകുന്നു. ഏതാണ്ട് 55 പേരുള്ള ഹൈക്കമ്മീഷനിൽ ഇനിയിപ്പോൾ അംഗസംഖ്യ 30ലേക്ക് കുറയും. സൈനിക അറ്റാഷമാരെയൊക്കെ തന്നെ തിരികെ വിളിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ നടപടി പാകിസ്ഥാനും ബാധകമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പലതരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം, നയതന്ത്ര തലത്തിലുള്ള ബന്ധം അവിടെ ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചർച്ചകൾക്ക് പോലും ഇനി ഇടമില്ല എന്നൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആവർത്തിക്കുന്ന ഇത്തരം ആക്രമണങ്ങളാണ്. പലവട്ടം മറുപടി കൊടുക്കുകയും ചുട്ട മറുപടി തന്നെ ഇന്ത്യ കൊടുത്തിട്ടും ഇപ്പോഴും ആ സാഹസത്തിന് അവർ മുതിരുന്നുണ്ടെങ്കിൽ അവർ അർഹിക്കുന്ന തരത്തിലുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണം എന്നതാണ് ഇന്ത്യയുടെ തീരുമാനം. ഏതായാലും നാളെ സർവകക്ഷി യോഗം കൂടി വിളിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഇന്ത്യ എടുത്ത നിലപാട്, ഇപ്പോഴെടുത്ത നിലപാട് ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്യും. അങ്ങനെ പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ഇന്ത്യ ചെലുത്തുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പുറകോട്ട് പോകുമ്പോൾ ഉയരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് കൂടി ഇന്ത്യയുടെ പക്കൽ കൃത്യമായ മറുപടിയുണ്ട്. പാകിസ്ഥാന്റെ പങ്ക് ഈ ആക്രമണത്തിൽ കൃത്യമായി തന്നെ തെളിവുകൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇത്രയും ശക്തമായ ഒരു നടപടി ഇന്ത്യ സ്വീകരിച്ചു എന്നത്. കാരണം അന്താരാഷ്ട്ര തലത്തിലെ ചോദ്യങ്ങൾക്കൊക്കെ തെളിവ് സഹിതം ഇന്ത്യക്ക് മറുപടി കൊടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ് ഈ തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുന്നത്. ലഷ്കർ ഇ ഭീകരൻ സൈഫുള്ള കസൂരിയുടെ പങ്ക് ഇന്ത്യക്ക് ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമായതാണ്. അതുകൊണ്ട് സെയ്ഫുള്ളയെ സംരക്ഷിച്ച, സെയ്ഫുള്ളയെ തീറ്റിപ്പോറ്റുന്ന പാകിസ്ഥാൻ ആർമിക്ക് പോലും ഇനിയിപ്പോൾ ഈ നടപടിയിൽ ഒരു മറുപടി പറയേണ്ടി വരും. പാകിസ്ഥാൻ ഏതായാലും സ്വാഭാവികം ഇന്ന് രാവിലെ തന്നെ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം വന്നതാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല, സ്ഥിരമായി പാകിസ്ഥാൻ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ പങ്കില്ല, ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവരെ പിന്തുണയ്ക്കുന്നില്ല എന്ന പാകിസ്ഥാന്റെ പതിവ് പല്ലവിക്കപ്പുറത്തേക്ക് ചില കടുത്ത നടപടികളാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അതാണ് ഈ
നയതന്ത്ര നീക്കങ്ങളിലൂടെ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇത് സാമ്പിൾ ബാക്കി പിന്നാലെ വരുന്നുണ്ട് എന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഈ നയതന്ത്ര തീരുമാനങ്ങൾക്ക് പിന്നാലെ പ്രചരിക്കുന്നുണ്ട്. സിന്ധു നദിയിലെ 80% വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ കാർഷിക വൃത്തിക്കായി ഉപയോഗിക്കുന്നത് സിന്ധു നദിയിലെ വെള്ളമാണ്. അത്രയും വെള്ളമാണ്. അത് നാളെ മുതൽ അവർക്ക് കിട്ടാതെ വരുന്നു. അതിൻ്റെ ഷട്ടറുകൾ അടയുന്നു. ആ വെള്ളം തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്ത്യ ഇതിനോടകം ഒരു പാരലലായി നടത്തിയ നീക്കങ്ങൾ എന്ന് വെച്ചാൽ കനാലുകൾ സജ്ജമാക്കിയിരുന്നു. ആ കനാലിലൂടെ വെള്ളം തിരികെ വരുന്നു.